എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം കൂടി യേശു തന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. കർത്താവിൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് കർത്താവ് ഉണ്ടാക്കിയ ഈ ഭൂമിയെ നമുക്ക് വാഴാൻ കഴിയും. കർത്താവ് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ഭൂമിയെ അടക്കി വാഴുവിനെന്നാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ നാം വാഴേണ്ടവരാണ്. നാം അടിമപ്പെട്ട് കിടക്കേണ്ടവരല്ല, നാം തകർന്നു പോകേണ്ടവരല്ല. നാം സകലത്തിൻ്റെ മീതെ നിൽക്കുവാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമുക്ക് നമ്മുടെ അധികാരത്തിലും നമ്മുടെ അഭിഷേകത്തിലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന തേജസ്സിൻ്റെ നിറവിലും ജീവിക്കുവാൻ കർത്താവ് കൂടുതൽ ശക്തിയും കൃപയും ഇന്നു മുതൽ തരട്ടെ. ഒരിക്കൽ ഒരാൾ പറഞ്ഞത്, നമ്മുടെ ജീവിതം ഒരു പുസ്തകം പോലെയാണ്. പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ ഭൂരിഭാഗം ആൾക്കാർ നമ്മുടെ പുറംചട്ട മാത്രമേ കാണുന്നുള്ളൂ. അതനുസരിച്ചാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ചിലർ മുഖവുരകൾ മാത്രം വായിച്ചു പോകുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ചില മുഖവുരകൾ മാത്രം. എന്നാൽ വളരെ കുറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, കണ്ടന്റ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതമാവുന്ന പുസ്തകത്തിൻ്റെ യഥാർത്ഥമായ കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ അടുത്ത് നിൽക്കുന്ന ചിലർക്ക് നമ്മെ അറിയാം. അല്ലാത്തവരെല്ലാം വെറും പുറംചട്ട കണ്ട് കുറേ അഭിപ്രായം പറഞ്ഞു പോകുന്നു, നമ്മെക്കുറിച്ചൊരു ഏകദേശ രൂപം പറയുന്നു എന്നല്ലാതെ നമ്മെ വായിച്ചവർ കുറവാണ്. എന്നാൽ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ കണ്ടു, പേര് ചൊല്ലി വിളിച്ചു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാത്തപ്പോൾ എല്ലാം അവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് സങ്കീർത്തനം 139 പറയുന്നു. കർത്താവ് അറിയാതെ ഒന്നും നടക്കുന്നില്ല. കർത്താവിൽ ബലപ്പെടാം. നമ്മളിന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിലോട്ട് വരികയാണ്. അതെങ്ങനെയാണ്? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു. അതായത് യഹൂദന് എന്തെങ്കിലും വിശേഷതയുണ്ടോ? ഒത്തിരി വിശേഷതയുണ്ടെന്നാണ് പറയുന്നത്. പൗലോസ് പറയുന്നത് യഹൂദന് വളരെ വിശേഷതയുണ്ട് സകല വിധത്തിൽ. അതായത് ഇങ്ങനെ തുടങ്ങുന്ന 1-ാം വാക്യത്തിൽ 3:1. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? യഹൂദന് വല്ല വിശേഷതയുണ്ടോ? ഉണ്ട്. അബ്രഹാമിൻ്റെ മക്കളാണ്, വിശേഷതയുള്ളവർ തന്നെയാണ്. ഏറ്റവും വിശേഷതയുള്ള കൂട്ടരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണത്. അതുകൊണ്ട് മാത്രമാണ് അവർ ഇത്രയും യുദ്ധങ്ങളും പ്രശ്നങ്ങൾ നേരിട്ടിട്ടും നിലനിൽക്കുന്നത്. അവരുടെ അഹങ്കാരവും അത് തന്നെയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്തിൻ്റെ ആലോചനകൾ അവരുടെ പക്കലാണ്. അപ്പോൾ ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല. ചിലർക്ക് പ്രത്യേകമായി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊടുക്കാറുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. അരുളപ്പാടെന്ന് പറഞ്ഞാൽ ദൈവവചനം. ആമോസ് 3:7 വായിക്കുമ്പോൾ, കർത്താവായ യഹോവ തൻ്റെ രഹസ്യം ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യില്ല, തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തും. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരായി വിളിക്കപ്പെട്ടവരാണ് ആര്? യഹൂദന്മാർ. ദാസന്മാർക്ക് രഹസ്യം വെളിപ്പെടുത്തുമെങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എത്രയധികം അത് വെളിപ്പെടും. ദാസന്മാരോട് യജമാനൻ സംസാരിക്കും, എന്നാൽ മക്കളോട് പിതാവ് സംസാരിക്കും. 2 സംസാര രീതിക്കും വ്യത്യാസമുണ്ട്, കരുണയ്ക്കും വ്യത്യാസമുണ്ട്. അതാണ് മക്കളും ദാസന്മാരും തമ്മിലുള്ള വ്യത്യാസം. അതുകൂടാതെ ദൈവം എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കാറില്ല.
തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ആലോചനയുണ്ട്. അതുകൂടാതെ മക്കൾക്ക് സകലതും വെളിപ്പെടുത്തും. വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നും മക്കളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ കാണിച്ചു തരുന്നു. എൻ്റെ പിതാവ് കാണിച്ചു തരുന്നത് ഞാൻ ചെയ്യുന്നു. എൻ്റെ പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഞാനും മരിച്ചവരെ ഉയർപ്പിക്കുന്നു. എൻ്റെ പിതാവ് സകലതും എന്നോട് സംസാരിക്കുന്നു. എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടു പറയുന്നു. ഈ ഭൂമിയിൽ യേശു ജീവിച്ചപ്പോൾ യേശുവിൻ്റെ വിജയ രഹസ്യം അതായിരുന്നു. പിതാവ് കാണിച്ചു കൊടുക്കുന്നു, പിതാവ് പറഞ്ഞു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൻ്റെ പേരാണ് അരുളപ്പാടുകൾ. നമ്മുടെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും കർത്താവ് കാണിച്ചു തന്നാൽ, ജോസഫിനെ അവൻ്റെ ഭാവി കാണിച്ചു കൊടുത്തു. അവൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അവൻ ആരായി തീരുമെന്ന് ദൈവം അവന് കാണിച്ചു കൊടുത്തു. അത് സംഭവിച്ചില്ലേ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഈ കാണുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടോ നീ? ഇതുപോലെ നിനക്ക് മക്കളെ തരും. ആ കാണിച്ചു കൊടുത്തതുപോലെ ചെയ്തില്ലേ? അതാണ് ദൈവം ഒന്നാമത് കാണിച്ചു തരും, രണ്ടാമത് പ്രവർത്തിക്കും. പിന്നെ ദൈവം എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം നിവർത്തിച്ചും കൂടി കൊടുത്തു. അപ്പോൾ ഒന്ന് ദൈവം കാണിച്ചു തരുന്നു, രണ്ട് ദൈവം പറഞ്ഞു തരുന്നു. ആർക്ക്? ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തെങ്കിൽ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം എല്ലാം വെളിപ്പെടുത്തി തരുന്നു എന്ന് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ കാണുന്നു. അപ്പോൾ പുത്രൻ മുഖാന്തരമാണ് എല്ലാം ഓപ്പണാകുന്നത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവത്തിൻ്റെ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായി ജീവിക്കാൻ വിളി ലഭിച്ചിരിക്കുന്നു. എല്ലാം മറഞ്ഞു കിടക്കുന്നതും. ഷണ്ണൻ ബൈബിൾ വായിച്ചിട്ട് മനസ്സിലായില്ല. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ട് ഇത് ആരോടാണെന്ന് കൺഫ്യൂഷനാണ്. എന്നാൽ ഫിലിപ്പോസ് അദ്ദേഹം ആ തേരിൽ കയറിയിരുന്ന് ആ വായിച്ച ഭാഗത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. അവന് എൻ്റെ അർത്ഥം മനസ്സിലായി. പൊരുള് തിരിച്ചു കൊടുക്കാനുള്ള വിളി. ദൈവത്തിൻ്റെ ശബ്ദം മറഞ്ഞു കിടക്കുന്ന ഒരു മന്നയാണ്. അതിൻ്റെ പൊരുളിനെ വെളിപ്പെടുത്താൻ അത് തൻ്റെ അഭിഷിക്തന്മാർക്ക് ദൈവം കൃപ നൽകിയിരിക്കുന്നു. ജീസസ് എവരിഡേയിലൂടെ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന മറഞ്ഞു കിടന്നിരുന്ന കുറേ കാര്യങ്ങൾ വെളിപ്പെട്ടു വരികയാണ്. റോമാലേഖനത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ അധ്യായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുകളുള്ള ഏറ്റവും വിശേഷതയുള്ള ദൈവമക്കളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ യഹൂദനെ കുറിച്ച് പറയാനല്ല ഇവിടെ ഇരിക്കുന്നത്. യഹൂദന് വിശേഷതകളുണ്ട്, എന്നാൽ ദൈവമക്കൾക്ക് അതിനേക്കാൾ വളരെ വിശേഷതകളുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12:48 അധികം കൊടുത്തവനോട് അധികം ചോദിക്കുമെന്ന്. അപ്പോൾ ദൈവം കൂടുതൽ ആലോചന പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. അപ്പം ഞാൻ ദർശനം കണ്ടു, ഞാൻ വെളിപ്പാട് കണ്ടു, ഞാൻ വലിയൊരു സ്വപ്നം കണ്ടു, ആ വ്യക്തിയോട് ദൈവം കൂടുതൽ കണക്ക് ചോദിക്കും. കുറച്ചേ ലഭിച്ചുള്ളൂ, കുറച്ചേ ചോദിക്കുള്ളൂ. ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ദൈവശബ്ദം കേൾക്കുന്നതിനനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വചനം അറിയുന്നവൻ, ശുശ്രൂഷ ചെയ്യുന്നവൻ, ദൈവം ഉപയോഗിക്കുന്നവൻ. ഈ 3 തരത്തിലുള്ളവർ: വചനം അറിയുന്നവർ, ശുശ്രൂഷ ചെയ്യുന്നവർ, ദൈവം ഉപയോഗിക്കുന്നവർ. അപ്പൊ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. യാക്കോബിന്റെ ലേഖനം 4:17 നന്മ ചെയ്യേണ്ടത് അറിയുന്നവൻ ചെയ്യാതെ ഇരുന്നാൽ പാപം. നന്മ ചെയ്യുവാൻ അറിഞ്ഞതെങ്ങനെയാണ്? അരുളപ്പാടുകൾ, വചനം കേട്ടപ്പോൾ. അറിയുന്നു, കേൾക്കുന്നു, പക്ഷേ ചെയ്യുന്നില്ല. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നതാണ് പാപം. അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, അറിഞ്ഞു, നന്മ ചെയ്യണം. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. മാത്രമല്ല
അരുളപ്പാടുള്ളവർ ലോകത്തിന് വെളിച്ചമാണ്, ജാതികൾക്ക് വെളിച്ചമാണ്. മത്തായി 5:14 നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ ദൈവം തന്ന വെളിച്ചം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. വിളക്ക് കത്തിച്ചിട്ട് കട്ടിലിൻ്റെ കീഴിൽ വെക്കാനുള്ളതല്ല. എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കേണ്ടത്. ലോകത്തിന് പ്രകാശിക്കേണ്ട വെളിച്ചം, വീട്ടിലുള്ളവർക്ക് പ്രകാശിക്കേണ്ട വെളിച്ചം, എല്ലാ നിലയിലും നാം പ്രകാശിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ പ്രകാശിച്ച് കിട്ടിയ വെളിച്ചമാണ് വചനം, ദൈവശബ്ദം, ദൈവത്തിൻ്റെ അരുളപ്പാട്. അത് ലഭിച്ചവരാണ് നാം പറയുന്ന ഒറ്റ വാക്ക് മതി, ആത്മഹത്യയുടെ വക്കിലെത്തിയ വ്യക്തി തിരിഞ്ഞു പോരും. നാം പറയുന്ന ഒറ്റ വാക്ക് മതി, എത്ര വലിയ ദുഷ്ടനും മാനസാന്തരപ്പെടും. നാം പറയുന്ന ഒറ്റ വാക്ക് മതി, അകന്നുപോയ ബന്ധങ്ങൾ അടുക്കും. നാം പറയുന്നൊരൊറ്റ വാക്ക് മതി, മാനസിക പ്രശ്നങ്ങൾ മാറി, ഡിപ്രഷൻ മാറാൻ ഒരു സെക്കൻഡ് മതി. നമ്മൾ പറയുന്നൊരു വാക്കിന് അത്രയും വലുതായ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞ, മനുഷ്യപുത്ര നീ അസ്ഥികളോട് പ്രവചിക്ക്, നീ പറ, എന്നിൽ നിന്ന് കേട്ടത് നീ പറ. അതാണ് പ്രവചനം, കേട്ടിട്ട് പറയുന്നു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് പറ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥികൾ ഒന്നായി ഒരു സൈന്യം അസ്ഥി താഴ്വരയിൽ എഴുന്നേറ്റു. അതുപോലെ അരുളപ്പാടുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നാം വിളിച്ചു പറയുമ്പോൾ എല്ലാ തകർച്ചകളും എല്ലാ ശൂന്യതകളും മാറി, എല്ലാം നഷ്ടപ്പെട്ടവർ എല്ലാം ഉള്ളവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അപ്പോൾ ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തെന്ന്, കൃപയും സത്യം നിറഞ്ഞവനായി ആ വചനത്തെ കൈക്കൊണ്ടവരാണ് നാം. ആ വചനം നമ്മിൽ വസിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. മറ്റുള്ളവരെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. നാം സ്വയം പ്രകാശിക്കാൻ മാത്രമുള്ളവരല്ല, ആയിരങ്ങൾക്ക് പ്രകാശമായി തീരണം. വചനത്താൽ പ്രകാശിക്കണം, ശുശ്രൂഷകളാൽ പ്രകാശിക്കണം. അതിന് കർത്താവ് വിളിച്ചിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ബലം കൊണ്ട് നിറക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ആഴ്ചയായി ലോകം മുഴുവനും ധ്യാനിക്കുന്ന ഈ ആഴ്ചയിൽ ഇത് കേൾക്കുന്നവർക്ക് ദൈവശബ്ദം കേൾക്കാനുള്ള കൃപയുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അരുളപ്പാടുകളാൽ ഇവർ നിറയട്ടെ. വ്യക്തിപരമായി ദൈവശബ്ദം അവർ കേൾക്കട്ടെ. ദർശനങ്ങൾ, വെളിപ്പാടുകളും ഉണ്ടാകട്ടെ. വചനത്തിൻ്റെ പൊരുളുകൾ വെളിപ്പെട്ട് വരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു അറിയിപ്പുള്ളത്, നാളെയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന. പ്രത്യേകിച്ച് ഗുഡ് ഫ്രൈഡേ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് എല്ലാ ദൈവമക്കളും കടന്നു വന്ന് ഒരു പ്രധാന മീറ്റിംഗ് ആയിട്ട് എല്ലാ വർഷവും നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളിത് കേൾക്കുന്ന ഇതുവരെയും പ്രൈസ് ജനറേഷൻ്റെ ഇടയോഗത്തിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നാളെ രാവിലെ 10:30 ആ പ്രാർത്ഥനയിൽ വലിയൊരു അനുഗ്രഹം കർത്താവിൽ നിന്ന് പ്രാപിക്കാം, ദൈവശബ്ദം കേൾക്കാം. എല്ലാവരും ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലസ് യു. സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യം. അസാധ്യമായൊന്നുമില്ല, അസാധ്യമായൊന്നുമില്ല. സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യം. അസാധ്യമായൊന്നുമില്ല, അസാധ്യമായൊന്നുമില്ല. കടൽ മീതെ നടന്നീരയ്യാ, കടമ്പുയൽ അടക്കിനീരേ. കടൽ മീതെ നടന്നീരയ്യാ, കടമ്പുയൽ അടക്കിനീരേ.
അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. ചേർന്ന് സാധ്യമേ ഓ അസാധ്യമായി ഒന്നുമില്ല, അസാധ്യതകളെ നോക്കി ഒന്ന് പാടട്ടെ. സാധ്യമേ എല്ലാം സാധ്യമേ